ടി.കെ. ഗോവിന്ദന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യയും CPIM ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗവുമായ KP രമണിയും പാർട്ടിക്ക് പുറത്തേക്ക്. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലെത്തിയ KP രമണിക്കെതിരെ CPIMന്റെ സംഘടനാ നടപടി ഉണ്ടാകും. ഇന്ന് അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം CPIM വിളിച്ചു ചേർത്തിട്ടുണ്ട്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, ടി.കെ. ഗോവിന്ദന് വീട്ടിൽ നിന്ന് പോലും പിന്തുണ ഇല്ല എന്നുള്ളതായിരുന്നു CPIMന്റെ ആരോപണം. അതിന് പിന്നാലെ റോഡ് ഷോയിലും കൺവെൻഷനിലും പങ്കെടുക്കുന്ന ഭാര്യയെ കണ്ടു. അതിന് പിന്നാലെ നടപടി പ്രതീക്ഷിതവുമാണല്ലേ? തീർച്ചയായിട്ടും റീജിത്ത്, ശ്രുതി, CPIMന്റെ സംഘടനാ രീതി അനുസരിച്ചുകൊണ്ട് സ്വാഭാവികമായും ഇത്തരമൊരു UDF വേദിയിലേക്ക് എത്തുക എന്നത് CPIMനെ സംബന്ധിച്ച് കടുത്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് അടിയന്തര CPIM ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. രമണി CPIMന്റെ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഏരിയ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി KP രമണിയെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം CPIM സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ ശ്രീകണ്ഠപുരത്ത് വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ MP ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ടി.കെ. ഗോവിന്ദനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം പോലുമില്ല എന്നുള്ള ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു, അല്ലെങ്കിൽ അത്തരം ചില പരിഹാസങ്ങളൊക്കെ CPIM നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ പരിഹാസങ്ങളുടെ ഭാഗമായി ടി.കെ. ഗോവിന്ദൻ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ ടി.കെ. ഗോവിന്ദന് പിന്തുണ അറിയിച്ചുകൊണ്ട് UDFന്റെ വേദിയിലേക്ക് എത്തിയത്. ആരുടെയും ഒരു നിർബന്ധ പ്രകാരമല്ല. പക്ഷേ അത് പറയുമ്പോൾ കൂടി പാർട്ടിയുടെ അനുഭാവിയായി തുടരും എന്നുള്ളതാണ് KP രമണി റിപ്പോർട്ടറിലൂടെ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ പാർട്ടി സ്വാഭാവികമായി നടപടി സ്വീകരിക്കും. പക്ഷേ പാർട്ടിയുടെ അനുഭാവിയായി തുടരാൻ ആരുടെയും അനുവാദം വേണ്ടതില്ലല്ലോ എന്നുള്ളതായിരുന്നു KP രമണി ഇന്നലെ UDF വേദിയിൽ നിന്ന് നടത്തിയ പ്രതികരണം. എന്തായാലും ഇന്നിപ്പോൾ സംഘടനാ നടപടി ഉണ്ടാവും. പാർട്ടിയിൽ നിന്ന് KP രമണിയും പുറത്തേക്ക് പോവുകയാണെങ്കിൽ പുറത്തേക്ക് പോവേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും സ്വാഭാവികമായിട്ടും നടപടി ഉണ്ടാകും. ഇന്നെന്തായാലും അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം CPIM വിളിച്ചു ചേർത്തിട്ടുണ്ട്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.